ഖത്തറിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം കെനിയയിൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ 3 വനിതകളും 2 കുട്ടികളും ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. പാലക്കാട് കോങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ, മകൾ 8 വയസ്സുകാരി ടൈറ, തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ 1.5 മാസം പ്രായമുള്ള റൂഹി മെഹ്റിൻ, തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ അപകടത്തിൽ 77 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച റിയയുടെ ഭർത്താവ് ജോയൽ ഗുരുതര പരിക്കുകളോടെ കെനിയയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മകൻ ട്രാവിസും പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ജസ്നയുടെ ഭർത്താവ് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി മുഹമ്മദ് ഹനീഫയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു. അപകട വിവരം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയതായും നോർക്ക തുടർ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കിയതായും കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി പറഞ്ഞു. ജൂൺ 6 ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ 28 പേരടങ്ങിയ വിനോദയാത്രാ സംഘമാണ് മധ്യ കെനിയയിലെ ന്യാണ്ടർവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ എല്ലാവരുടെയും മരണം സംഭവിച്ചതായി ന്യാണ്ടൂരു കൗണ്ടി പോലീസ് മേധാവി അറിയിച്ചു. നെയ്റോബിയിൽ നിന്നും 200ഓളം കിലോമീറ്റർ ദൂരെയാണ് അപകടം നടന്നത്. കർണാടക, ഗോവ, കേരളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ബസ്സിലെ യാത്രക്കാർ. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് സഹായങ്ങളുമായി കെനിയയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തുണ്ട്. രാവിലെ ഖത്തറിൽ നിന്നും ട്രാവൽ ഏജൻസി പ്രതിനിധികളും സ്ഥലത്തെത്തി. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് കനത്ത മഴയിൽ ന്യാണ്ടർവ കൗണ്ടിയിലെ ഗിച്ചാഗയിൽ ഒൽജോറോ നഗരു ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടതിനെ തുടർന്നായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.